ഹലോ, കഥ കേൾക്കണ്ടേ? അപ്പോൾ ഇന്ന് പറയുന്നത് ഹൈദരാബാദിലെ ഭൂത് ബംഗ്ലാവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അങ്കിത്ത് എന്ന് പറഞ്ഞ ഒരാൾക്കുണ്ടായ ഒരു ഇൻസിഡൻ്റാണ്. ഇത് നടക്കുന്നത് 2017-ലാണ്. അങ്കിത്ത് ഒരു IT പ്രൊഫഷണലായിരുന്നു. അങ്കിത്ത് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടുന്ന് റീലൊക്കേറ്റ് ചെയ്ത് ഹൈദരാബാദ് പോകാനുണ്ടായത്. അപ്പോൾ ഈ ബഞ്ചാര ഹിൽസിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് ഒഴിഞ്ഞ പ്രദേശമാണ്. അത്യാവശ്യം നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ അവിടെ ഈ ഒരു വീടുണ്ട്. ലോക്കൽസ് അതിനെ ഭൂത് ബംഗ്ലാവാണെന്ന് അന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറയണത് ആരും 30 ദിവസത്തിന് മേളിൽ ആ വീട്ടിൽ താമസിക്കാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്കിത് അതൊന്നും വിശ്വസിച്ചില്ല. അങ്കിത് എന്തായാലും ആ വീട് റെൻറ്റും വളരെ കുറവായതുകൊണ്ട് അങ്കിത് ഒന്നും നോക്കാതെ ആ വീടങ്ങ് എടുത്തു. താമസം തുടങ്ങി ആദ്യത്തെ ഒരാഴ്ച വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ആഴ്ചയായപ്പോഴത്തേനും അങ്കിത്തിന് എന്നും രാവിലെ 3:15 അങ്കിത്തിൻ്റെ ഫോൺ അലാം അടിക്കാൻ തുടങ്ങി. അപ്പോൾ അതെന്താ അങ്ങനെയെന്നൊക്കെ ചിന്തിച്ചെങ്കിലും അത് വലിയ കാര്യമാക്കിയില്ല. പിന്നെ രാത്രി ആകുമ്പോഴത്തേനും ഓരോ ശബ്ദങ്ങളും ലൈറ്റ്സൊക്കെ ഫ്ലിക്കർ ചെയ്യും, ടാപ്പൊക്കെ തന്നെ തുറക്കും, അങ്ങനെയൊക്കെ ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു ദിവസം രാത്രി അങ്കിത് കുറച്ച് ലേറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും മേളിൽ നിന്ന് ഒരു ഫുഡ് സ്റ്റെപ്സ് കേട്ടു. അപ്പോൾ അങ്കിത് ഒറ്റയ്ക്കല്ലേ അവിടെ താമസിക്കുന്നത്. അപ്പോൾ അങ്കിത് വിചാരിച്ചു ഇനി വല്ല കള്ളനോ മറ്റോ ആണോയെന്ന് വിചാരിച്ച് അങ്കിത് വടിയൊക്കെ എടുത്ത് മേളിലൊക്കെ പോയി നോക്കി. പക്ഷേ മേളിലെല്ലാം ഡോർസ് എല്ലാം ലോക്ക്ഡാണ്, വിൻഡോസ് എല്ലാം ലോക്ക്ഡാണ്, ഒന്നുമില്ല, ആരുമില്ല. പക്ഷേ എന്തായാലും ആ ഒരു ഇൻസിഡൻറ്റോടുകൂടി അങ്കിത് വിചാരിച്ചു ശരി CCTV ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അങ്ങനെ CCTV ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു. പിറ്റേ ദിവസം അങ്കിത് നോക്കുകയാണ്, ഈ CCTV നോക്കുകയാണ് കേട്ടോ. അങ്കിതിനെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. അതായത് രണ്ടാമത്തെ നിലയിൽ ഒരു വെളുപ്പിന് 3:15 കറക്റ്റ് 3:15 മേളിലത്തെ നിലയിൽ പിന്നെ ഡോറ് തന്നെ തുറക്കുന്നു. ഒരു ഡാർക്ക് ഷാഡോ അതിൽ നിന്ന് അവിടെ കൂടെ ഇറങ്ങി വന്നിട്ട് ഈ ക്യാമറയിൽ നോക്കി ഒരു 10 സെക്കൻഡ്സ് നിന്നിട്ട് വാനിഷായി. അതാണ് അങ്കിത് കണ്ടത്. അങ്കിത് ഒന്നും നോക്കിയില്ല. അന്നത്തെ ദിവസം തന്നെ ബാഗും പാക്ക് ചെയ്ത് അവിടുന്ന് വെക്കേറ്റ് ചെയ്തു. പക്ഷെ പോകുന്നതിന് മുമ്പ് അങ്കിത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും ഫയൽ ചെയ്ത് ഈ CCTV ഫുട്ടേജും കൊടുത്തിട്ടാണ് പോയത്. പക്ഷെ പോലീസിനും പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവരും ഇതൊരു അൺഎക്സ്പ്ലെയിൻഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് ക്ലോസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? എനിക്ക് ഇതിലൊക്കെ ഭയങ്കര വിശ്വാസം കേട്ടോ. കാരണം ചുമ്മാ ആരും ഇങ്ങനെ കെട്ടുകഥയൊന്നും ഉണ്ടാക്കി പറയത്തില്ലല്ലോ. അവർക്കുണ്ടായ അനുഭവങ്ങളല്ലേ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റിൽ പറയണേ.